എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1202 ആണ്ട് ചിത്ര നക്ഷത്രക്കാർക്ക് എങ്ങനെയെല്ലാമാണ് അനുഭവപ്പെടാൻ പോകുന്നത് എന്ന് വിശദമായി പരിശോധിക്കുന്ന ഒരു പ്രത്യേക വർഷഫല പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ. ആ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കന്നിരാശിയുടെ അവസാന പകുതിയും തുലാം രാശിയുടെ ആദ്യ പകുതിയും ചേർന്നതാണ് ചിത്തിര നക്ഷത്രം. ചൊവ്വയുടെ ആധിപത്യമുള്ള ഈ നക്ഷത്രക്കാർ പൊതുവെ അഭിമാനികളും കാര്യശേഷിയുള്ളവരും സർഗാത്മക കഴിവൊക്കെ ഉള്ളവരുമാണ്. 1202 ആണ്ടിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റങ്ങൾ ചിത്ര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾക്കും അതുപോലെ ചില മുൻകരുതലുകൾക്കും ഒക്കെ വഴിതെളിക്കുന്നുമുണ്ട്. ഈ ആണ്ടിലെ പ്രധാന ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വ്യാഴം 2026 ഒക്ടോബർ 31 വരെ കർക്കിടകൻ രാശിയിലും തുടർന്ന് 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലൂടെയും സഞ്ചരിക്കുന്നു. അതിനുശേഷം വീണ്ടും വക്രഗതിയിലായി 2027 ജൂൺ 25 വരെ കർക്കിടകത്തിലും തുടർന്ന് വീണ്ടും ചിങ്ങൻ രാശിയിലേക്കും കടക്കുന്നുമുണ്ട്. ശനി 2027 ജൂൺ മാസം വരെ മീനൻ രാശിയിലും അതിനുശേഷം മേടൻ രാശിയിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. 2026 ഡിസംബർ 5 രാഹു കുംഭൻ രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കും കേതു കർക്കിടകൻ രാശിയിലേക്കും പ്രവേശിക്കുന്നുമുണ്ട്. ഈ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ ചിത്ര നക്ഷത്രക്കാരുടെ തൊഴിലിനെ, ബിസിനസ്സിനെ, അതുപോലെ സാമ്പത്തികത്തെ, അവരുടെ കുടുംബജീവിതത്തെ, വിദ്യാഭ്യാസത്തെ, ആരോഗ്യത്തെ ഒക്കെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ചിത്തിര നക്ഷത്രക്കാർക്ക് 1202 ആണ്ട് സമ്മിശ്രവും എന്നാൽ അനുകൂലവുമായ ഫലങ്ങളാണ് നൽകുന്നത്. വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലെ സ്ഥിതി ചിത്തിരയുടെ ആദ്യ പകുതിക്കാർക്ക്, കന്നിരാശിക്കാർക്ക് അനുകൂലമായ സ്ഥാനമാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും ഒക്കെ വഴിയൊരുക്കും. വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ ജോലി നോക്കുന്നവർക്ക് ഒക്ടോബർ 31 മുൻപ് തന്നെ നല്ല അവസരങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ്. മേലധികാരികളിൽ നിന്ന് പ്രശംസയും പുതിയ ചുമതലകളും ഒക്കെ തേടിയെത്തുന്നതാണ്. എന്നാൽ ശനി മീനൻ രാശിയിൽ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരുമായി എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. വർഷത്തിൻ്റെ രണ്ടാം പകുതി, അതായത് 2026 ഡിസംബറിലെ രാഹു കേതുക്കളുടെ മാറ്റം, 2027 ജൂണിലെ ശനി മാറ്റം ഒക്കെ തൊഴിൽ രംഗത്തെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മേടത്തിലേക്ക് ശനിയൊക്കെ മാറുമ്പോൾ തൊഴിലിൻ്റെ സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കൃത്യസമയത്തെ ജോലി പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ദീർഘകാലമായിട്ട് അനുയോജ്യമായ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് 2026 അവസാനത്തോടെ സ്ഥിരമായ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ബിസിനസ് മേഖലയിലുള്ളവർക്ക് ഈ വർഷം തന്ത്രപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട സമയമാണ്. വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി നിൽക്കുന്ന ഒക്ടോബർ വരെയുള്ള സമയം പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നതിനോ നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിനോ ഒക്കെ അനുയോജ്യമാണ്. റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ വർക്കുകളെ, അതുപോലെ ഫാഷൻ ഡിസൈനിങ്, ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ 2026 ഡിസംബറിന് ശേഷം സാമ്പത്തിക ഇടപാടുകളിലൊക്കെ സുതാര്യതയൊക്കെ പുലർത്തണം. പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ കരാറുകളോടെയൊക്കെ മാത്രം മുന്നോട്ട് പോവുക. വിദേശ വ്യാപാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് 2027 ജനുവരി വരെയുള്ള കാലയളവ് സാമ്പത്തിക പുരോഗതി നൽകും. എന്നാൽ വലിയ തുക കടം വാങ്ങി ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. ഇനി ചിത്ര നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. 1202 ആണ്ടിൽ ധനവരവ് തൃപ്തികരമായിരിക്കുമെങ്കിലും ചെലവുകളിൽ നിയന്ത്രണം അത്യാവശ്യമാണ്. വ്യാഴത്തിൻ്റെയൊക്കെ കൃപയാൽ വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ പല വഴികളിലൂടെയൊക്കെ പണം കൈവശം വന്നു ചേരും. കുടിശ്ശികയായിട്ടൊക്കെ കിടന്നിരുന്ന തുകകളൊക്കെ തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. ഭൂമി, വീട്, വാഹനം എന്നിവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അവരുടെ ലക്ഷ്യം നേടാനാകുന്നതാണ്. ഓഹരി വിപണിയിലോ ദീർഘകാല പദ്ധതികളിലോ ഒക്കെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ വിദഗ്ധോപദേശവും തേടേണ്ടതാണ്. 2026 ഡിസംബർ 5 ശേഷം രാഹു മകരം രാശിയിലേക്കൊക്കെ മാറുന്നതോടെ അനാവശ്യ ചെലവുകളും കുടുംബപരമായ ആവശ്യങ്ങൾക്കായുള്ള ചെലവുകളും ഒക്കെ വർദ്ധിക്കാം. അനാവശ്യമായ ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കി നിക്ഷേപങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും സാധിക്കുന്നതാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിർത്താൻ
വിട്ടുവീഴ്ച മനോഭാവം അത്യാവശ്യമായ ഒരു വർഷമാണ് കടന്നു വരുന്നത്. അവിവാഹിതരായ ചിത്ര നക്ഷത്രക്കാർക്ക് 2026 ഒക്ടോബറിന് മുൻപും പിന്നീട് 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും നല്ല വിവാഹ ബന്ധങ്ങളൊക്കെ ഒത്തുവരുന്നതാണ്. പ്രണയബന്ധങ്ങളിലൊക്കെ ഉള്ളവർക്ക് ആ പ്രണയബന്ധം വിവാഹത്തിലേക്കൊക്കെ കടക്കാൻ അനുകൂലമായ സമയവുമാണ്. ദാമ്പത്യ ബന്ധത്തിൻ്റെ കാര്യം നോക്കിയാൽ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ശനി മീനൻ രാശിയിലൊക്കെ നിൽക്കുന്ന 2027 ജൂൺ വരെയുള്ള സമയത്ത് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും അതുപോലെ സംസാരത്തിലുമൊക്കെ ശ്രദ്ധ നൽകണം. പരസ്പര വിശ്വാസവും തുറന്ന ആശയവിനിമയവും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതുമാണ്. അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം അനുകൂല ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളെ കുടുംബത്തിനൊക്കെ അഭിമാനവും നൽകുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 1202 ആണ്ട് കഠിനാധ്വാനത്തിനൊക്കെ അർഹമായ ഫലം നൽകുന്ന ഒരു വർഷമാണ്. ഉന്നത പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ശ്രമിക്കുന്നവർക്കും ഒക്ടോബർ വരെയുള്ള സമയം വളരെയധികം അനുകൂലമാണ്. അവരാഗ്രഹിച്ച വിഷയങ്ങളിലൊക്കെ പ്രവേശനമൊക്കെ ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് വരും മാസങ്ങളിൽ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവയ്ക്കാൻ സാധിക്കും. എന്നാൽ 2026 ഡിസംബറിലെ രാഹുവിൻ്റെ മാറ്റം കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ചെറിയ തടസ്സങ്ങളും ഉണ്ടായേക്കാം. അതുപോലെ പഠനത്തിൽ മടിയൊക്കെ വിട്ടുമാറി സ്ഥിരത പുലർത്തേണ്ടതാണ് വിദ്യാർത്ഥികളെ. അതുപോലെ സമയബന്ധിതമായിട്ട് പാഠത്തിൻ്റെ റിവിഷനുകളൊക്കെ പൂർത്തിയാക്കുന്നത് പരീക്ഷകളിലൊക്കെ മികച്ച വിജയം നേടാനും സഹായിക്കുന്നതാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ ഈ വർഷം ചിത്തിര നക്ഷത്രക്കാരെ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. രക്തസമ്മർദ്ദം, ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ ആങ്സൈറ്റി, അസ്ഥി സംബന്ധമായ വേദനകൾ എന്നിവയൊക്കെ ഉള്ളവർ കൃത്യമായ വൈദ്യുത പരിശോധനയൊക്കെ നടത്തേണ്ടതാണ്. 2027 ജൂണിൽ ശനി മേടൻ രാശിയിലേക്ക് മാറുമ്പോൾ രാത്രികാല യാത്രകളിലും അതുപോലെ വാഹനമൊക്കെ ഓടിക്കുമ്പോഴും ജാഗ്രതയും പാലിക്കേണ്ടതാണ്. ഇനി 1202 ആണ്ടിലെ ദോഷഫലങ്ങളുടെയൊക്കെ തീവ്രത കുറയ്ക്കാനും അനുകൂല ഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനുമായി ചിത്ര നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിത്ര നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വ ആയതിനാൽ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്കോ ഭദ്രകാളിക്കോ വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ ശനി മീനത്തിലും മേടത്തിലും സഞ്ചരിക്കുന്നതിനാൽ ശാസ്താവിനെ എള്ളുതിരി കത്തിക്കുന്നതും ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശനിയുടെ ദോഷങ്ങളെ അകറ്റുന്നതാണ്. ഡിസംബറിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം നാഗരാജാവിനും സർപ്പക്കാവുകളിലും നൂറുംപാലും വഴിപാടൊക്കെ നടത്തുന്നതും അതുപോലെ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും ഗുണകരമാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നതും നിങ്ങളുടെ ബിസിനസ്സിലും തൊഴിലിലുമൊക്കെ വലിയ മുന്നേറ്റം നൽകുന്നതാണ്. ആത്മവിശ്വാസത്തോടെയും ശരിയായ ആസൂത്രണത്തോടെയും ഒക്കെ മുന്നോട്ട് പോയാൽ ചിത്ര നക്ഷത്രക്കാർക്ക് 1202 ആണ്ട് അഭിവൃദ്ധിയുടെയും വിജയത്തിൻ്റെയും ഒക്കെ ഒരു വർഷമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. എല്ലാ ചിത്ര നക്ഷത്രക്കാർക്കും വരും വർഷങ്ങളിൽ സർവ്വമംഗളങ്ങളും നേരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.